ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ആൽബത്തിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകൾ എല്ലാവരും കണ്ട് ആ ഒരൊറ്റ കുറേ ബൈറ്റ്സും കുറേ റീൽസും ഒക്കെ വന്നതിന് ശേഷം ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. അതായത് ഫ്രണ്ട്സായ ഞാൻ പോലും രേണുവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. സീൻ പുറത്ത് കിടക്കുന്ന നമ്മുടെ ഇതിൽ തന്നെയാണ്, അവർ അണ്ടറിൽ തന്നെയാണ് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. റീൽ എടുത്താണ്, പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പാക്കപ്പ് ആയ സമയത്താണ് ആ വീഡിയോ എടുത്തത്. ഇത് നെഗറ്റീവ് ആണെന്ന് ഒരു വ്ലോഗറും പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന രേണുസുതി നെഗറ്റീവ് ഇട്ട് കൊടുക്കുവാണെന്ന് പറയുന്നത്. എന്താണ് അവർ പറയട്ടെ? നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എന്നെ പരത്തറി വിളിക്കുന്ന വ്ലോഗേഴ്സിലെ എനിക്ക് അപ്പൊ എന്തായാലും ഷൂട്ടിന് നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പണം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ്, ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള ആർജെ ലച്ചു നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. നിനക്ക് നല്ല ഏപ്പണം പിടിക്കാനുള്ള എല്ലാവിധ കാലിബർ നിനക്കുണ്ട്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ രേണു. ഇത് കഴിഞ്ഞ ദിവസം സജിന ഇട്ട ഒരു വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സജിന ഭയങ്കരമായിട്ട് വയലൻ്റ് ആയിട്ടാണ് രേണുവിനെ ശരിക്കും മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ ഡയറക്ടറെ പറഞ്ഞിട്ടുണ്ട് അഭിനയിക്കുന്നവരെ മൊത്തത്തിൽ വലിച്ച് വാരി അലക്കി ഇതൊന്നും അല്ല ഷോർട്ട് ഫിലിം അല്ലെങ്കിൽ ആൽബം ചെയ്യുന്ന ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അപരാധമാണ് നടക്കുന്നതെന്ന് വരെ പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരിട്ട്. എനിക്കൊന്നും അത്രയും ഇതായിട്ട് ഒരു റിയാക്ഷൻ വീഡിയോക്കാരും പറഞ്ഞിട്ടില്ല. അത്രയും ഇതായിട്ട് അതുപോലെ പറഞ്ഞു എണിച്ച് അപ്പം ഞാനും ചിന്തിച്ചു കേട്ടോ, ഇവരൊക്കെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ, ഇവർക്ക് അവരോട് അല്ലാതെ അങ്ങ് സംസാരിച്ചു കൂടെ, ഇങ്ങനൊരു കാര്യമുണ്ട് നീ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് എന്നെ നോക്കിയിട്ട് പരസ്യമായിട്ട് സൈഡിൽ നിന്നേച്ച് പെട്ടെന്ന് പരസ്യമായിട്ട് അവരെ മോശക്കാരിയാക്കാനായിട്ട് വരും. നമ്മളിപ്പോൾ അവരുടെ കൂടെ നിന്നു, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അവരുടെ കൂടെ നിൽക്കുന്നവർ എപ്പോഴും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനൊരു റിയാക്ഷൻ വീഡിയോ ഇട്ടു. സജിനെ ഇട്ടു, ശ്രീതു ഇട്ടു, ശ്രീതു രണ്ടുപേരും ഇട്ടു. അത് കഴിഞ്ഞ് സജിന പിന്നെ ഒന്ന് വെളുപ്പിക്കുന്ന രീതിയിലും കൂടി ഇട്ടു. ഇപ്പോൾ സജിന ശരിക്കും ഒന്ന് വെളുപ്പിക്കും. പക്ഷേ സജിന കരിഞ്ഞിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. രേണു ഒട്ടും അഹങ്കാരം ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് അഹങ്കാരം ഒന്നും കൂടെ കൂടിയിട്ടേ ഉള്ളൂ. നമുക്കിതൊന്ന് കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് നമുക്ക് ഓരോന്നിനും അഭിപ്രായങ്ങൾ പറയാം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഒരു ആൽബത്തിന്റെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിലെ കുറച്ച് കാഴ്ചകൾ എല്ലാവരും കണ്ട് ആ ഒരൊറ്റ കുറേ ബൈറ്റ്സും കുറേ റീൽസും ഒക്കെ വന്നതിന് ശേഷം അതിഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ആണ് കിടന്ന് കറങ്ങുന്നത്. അതായത് ഫ്രണ്ട്സായ ഞാൻ പോലും രേണുവിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കുറച്ച് ഓവറാണ് എന്നുള്ളതാണ്, കുറച്ച് ഓവറാണെന്ന്. അന്ന് അത് കഴിഞ്ഞിട്ടാണ് അന്ന് വൈകിട്ട് നിന്നെ ഞാൻ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ആ പോസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്തു. ആ എഡിറ്റ് ചെയ്ത പോസ്റ്റും എഡിറ്റ് ചെയ്യുന്നതിനുള്ള മുമ്പത്തെ പോസ്റ്റും കുറേ ആൾക്കാർ മുമ്പ് എടുത്ത് കഴിഞ്ഞിട്ട് ആ എഡിറ്റ് ചെയ്ത രണ്ടാമത് ആ പോസ്റ്റ് എഡിറ്റ് ചെയ്തത് നീ എന്നെ ഭീഷണിപ്പെടുത്തി ഗുണ്ടകളെ വിട്ട് തല്ലാൻ വന്നു. സത്യം പറയട്ടെ, എന്നെ ബാധിക്കുന്ന കാര്യങ്ങൾ ഈ നെഗറ്റീവ് പറഞ്ഞ കുറേ വ്ളോഗേഴ്സ് എനിക്ക് അറിയില്ല. ജസ്റ്റ് സ്ക്രോൾ ചെയ്യാൻ അറിയുന്നത്, ഞാൻ ഇതൊന്നും കാണാറില്ല, കേൾക്കാറില്ല. സത്യം പറഞ്ഞാൽ സജിത് ചേച്ചിയുടെ വ്ളോഗ് ചേച്ചി പറയുമ്പോൾ ഞാനിന്ന് കാണും. അതല്ലാതെ എനിക്ക് യാതൊരുവിധ ഞാൻ എഡിറ്റ് ചെയ്ത് ഭീഷണിപ്പെടുത്താനോ ഒന്നിനും ഞാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കുന്നു. ഇതാണ് സജിന തുടക്കത്തിൽ, സജിനയുടെ ചാനലിലൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സജിന ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പം സജിന ഇത് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്, ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു എവിടെ ഒരു ഷൂട്ട് നടക്കുന്ന ഇവിടെ സജിന ഉണ്ടെന്ന് അതിനകത്ത് പറഞ്ഞായിരുന്നു. സജിന അതിനകത്ത് കണ്ടായിരുന്നു. അത് നല്ലൊരു ഷോർട്ട് ഫിലിമോ ഏതാണ്ട് സംഭവമാണ്. അത് എന്നാലും നല്ല ഭംഗിയിലാണ് എടുത്തേക്കുന്നതെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തായിരുന്നു. അവിടെ നിന്ന് വന്നു കഴിഞ്ഞിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും, രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുന്നതാണ്. അപ്പോൾ സജിന കഴിഞ്ഞ സിട്ടേൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഒരുപാടുണ്ട്, അതിലേറെ സജിന ശരിക്കും പറയുന്നുണ്ട്. പിന്നെ അത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഇട്ടതുകൊണ്ട് പിന്നെ സജിന പറയുന്നു അത് ഇട്ടത് എല്ലാവരും തീർച്ചയായിട്ടും സജിനയാണെങ്കിലും അങ്ങനെ ചെയ്യത്തില്ലേ. നമ്മളിപ്പോൾ ഒരാളെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേച്ച് അവർക്കെതിരെ നമ്മൾ നെഗറ്റീവ് പറയുമ്പോൾ സജിനയാണെങ്കിലും എടുത്ത് റിയാക്ട് ചെയ്യും. അത് സ്വാഭാവികം, അത് നമുക്ക് ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ റിയാക്ഷൻ വീഡിയോക്കാരും ഈ രേണുവിനെ അവിഹിതം പറഞ്ഞിട്ടില്ല, ഒരുത്തരും പറഞ്ഞിട്ടില്ല. ശാന്തിയുള്ള ദിനേശൻ പറഞ്ഞപ്പം പോലും അതിനെതിരായിട്ട് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇത് രേണു ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കിതൊന്ന് കേട്ടതിന് ശേഷം ബാക്കി പറയാം. ഒരുപാട് ഷോർട്ട് ഫിലിമിൽ രേണുസുതി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് അവിടെ പോകുന്ന റീൽസ് എല്ലാം നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് 3 നായകന്മാരെ വെച്ചുകൊണ്ട് സംവിധാനം ചെയ്തിട്ടില്ല. ആദ്യം ലച്ചു എന്ന് പറയുന്നത് അവിടെ എനിക്ക് ഏത് കോപ്പിയുടെ ഡയറക്ടറാണ്, എനിക്ക് അത് മാത്രമാണ് അവിടെ ചോദിക്കാനുള്ളത്. ഈ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ ഇത്രയ്ക്ക് അപരാധം പിടിച്ച ഒരു പണിയല്ല. അന്തസ്സായിട്ട് മാന്യമായിട്ട് ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് നല്ല കാസ്റ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഥ ഉണ്ടാക്കി ഷോർട്ട് ഫിലിം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ പെട്ടവർ തന്നെയാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. ആർജെ ലച്ചു നീ സത്യം പറഞ്ഞാൽ നിനക്ക് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് നല്ല ഏപ്പണം പിടിക്കാൻ പറ്റും. അതിനുള്ള കാലിബർ നിനക്കുണ്ട്. ഒരു ഷോർട്ട് ഫിലിം, ഒരു വെബ് സീരീസ്, ഒരു ആൽബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങളിലേക്കാണ് എത്തേണ്ടത്. നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിഗ് സ്ക്രീൻ അല്ല, യൂട്യൂബ് ചാനൽ തന്നെയാണ്. ആണോ? കറക്റ്റ് ആയിട്ടുള്ള ആർജെ ലച്ചു നിന്റെ പേര് ഉൾപ്പെടെ പറഞ്ഞാണ് ഞാൻ പറയുന്നത്. നിനക്ക് നല്ല ഏപ്പണം പിടിക്കാനുള്ള എല്ലാവിധ കാലിബർ നിനക്കുണ്ട്. ഞങ്ങളും ഇഷ്ടം 17 18 ഷോർട്ട് ഫിലിം, ആൽബം, വെബ് സീരീസ് ഇതെല്ലാം കൂടെ ചെയ്ത
ഇത് ഈ ഏപ്പടം പിടിക്കുക ഡയറക്ടറാണ് പറയുന്നത്. ഈ ഏപ്പടത്തിലെ നായികയാണ് ഇരിക്കുന്നത്, ഈ സജിനയുടെ കൂടെ ഇരുന്ന് ഇപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർ ഈ ഏപ്പടം എന്ന് പറഞ്ഞതിനകത്ത് നായികയാണ്. എനിക്ക് തോന്നുന്നു വേറെ ആരും ഇതിനെപ്പറ്റി ഏപ്പടമെന്ന് പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല കേട്ടോ. സജിന നല്ല വ്യക്തമായിട്ട് ഏപ്പടമെന്ന് പറയുന്നുണ്ട്. സജിന എന്നിട്ട് ആ ഏപ്പടത്തിൽ അഭിനയിച്ച നായികയുടെ കൂടെയാണ് ഇരിക്കുന്നത്. ഇത്രയും സജിന പറഞ്ഞല്ലോ. നമുക്ക് ആ ഒരു സെറ്റിലെ കാര്യങ്ങൾ അതിൻ്റെ ഡയറക്ടറോട് ചോദിക്കാം. അതിനകത്തൊക്കെ ഇച്ചിരി ഓവറായിട്ടൊക്കെ ഓരോ സീൻസും കാണിക്കുന്നതൊക്കെ ഞാനും പറഞ്ഞായിരുന്നു. പിന്നെ അഭിനയമല്ലേ എന്ന് പറഞ്ഞാണ് നമ്മൾ തള്ളിവിട്ടത്. അഭിനയിക്കാണ്ട് അവരോടൊപ്പം പറയുന്ന ജോലി അവർ ചെയ്യുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡയറക്ടർ പറയുന്ന RJ ലച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം കേട്ടോ. സജിന അതിനകത്ത് അഭിനയിച്ച 3 നടന്മാരെ കുറ്റം പറയുന്നുണ്ട്, ഈ RJ ലച്ചുവിനെ പറയുന്നുണ്ട്. ഇവരെല്ലാം അങ്ങ് മോശക്കാരാണ്, രേണുവിന് ഇവരെല്ലാം അങ്ങ് മുതലെടുക്കുക എന്നാണ് പറയുന്നത്. ഇതെന്നാന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം. അപ്പോൾ ആരെ മുതലെടുത്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു B ഗ്രേഡ് ആൽബം ആണ് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ത്തിയിരിക്കുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല. നോർമലി ഇവരുടെ ഒരു ഹൈപ്പിന് വേണ്ടിയിട്ട് ഇവർ കുറച്ച് മീഡിയക്കാരെ ഇവരുടെ നായിക വിളിച്ചു വരുത്തിയ പ്രകാരം ആ വിഷ്വൽസ് പുറത്തു വന്നതാണ്. ശരിക്കും അവരുടെ ആൽബത്തിലെ അല്ല അത്. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ ആൽബത്തില് ഇവിടെ വിഷ്വൽ ഉണ്ട്, പുറത്ത് വിഷ്വൽ ഉണ്ടെന്ന് പറഞ്ഞ വിഷ്വൽ ഒന്നും പുറത്തില്ല. രണ്ട് സീൻ എടുത്ത് പുറത്ത് കിടപ്പുണ്ട്. സീൻ പുറത്ത് കിടക്കുന്ന നമ്മുടെ ഇതിൽ തന്നെയാണ്, അവര് അണ്ടറിൽ തന്നെയാണ് മീഡിയാസ് ഇട്ടേക്കുന്നത്. പക്ഷെ ബാക്കിയുള്ള സീനുകളൊന്നും ആൽബത്തിലെ വിഷ്വൽസ് അല്ല. റീൽ എടുത്താണ്, പ്രൊമോഷൻ വീഡിയോസ് എടുത്തേക്കുന്നതാണ്. അതില് എനിക്കിപ്പോ ഞാൻ അവരെ വർക്ക് ചെയ്യാൻ വിളിച്ചു എന്ന ബേസിൽ എനിക്ക് അവരെ എന്റെ അടിമയാക്കി നിർത്താൻ പറ്റില്ല. എന്റെ ലൊക്കേഷൻ ആ ഷാപ്പ് പായ്ക്കപ്പായ സമയത്താണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം ലൊക്കേഷൻ ഒരു റീൽസ് ആയിരുന്നു അത്. ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്ന കുട്ടനാടൻ ഒരു ഇപ്പൊ രേണുസുദിനപ്പോ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നുണ്ട് ആ വീഡിയോ വെച്ചിട്ട്. ഒരുപാട് സെക്സ് കണ്ടന്റ് ഒരുപാട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെ ചിന്തിച്ച് കാണുന്നവർക്കല്ലേ അത് ആവുന്നുള്ളൂ. ഒരു 10-50 പേര് നിൽക്കുന്നിടത്ത് അങ്ങനെ നടക്കുക സംഭവം. മീഡിയാസ് ഞങ്ങളെ കാണാൻ വന്ന ബാക്കിയുള്ള ആൾക്കാർ ഇവരെല്ലാം നിൽക്കില്ലേ. അത് വീഡിയോ വിഷ്വലി റീല് പ്രൊമോഷൻ എടുത്ത സാധനം. അതൊരു പ്രൊമോഷൻ റീലായിരുന്നു എന്നാണ് ഇവര് പറയുന്നത്. അത് വിഷ്വൽസ് ഒരിക്കലും അത് പ്രൊമോഷന് വേണ്ടി എടുത്തത്, അതും അതായത് അഭിനേതാക്കളുടെ ഇഷ്ടപ്രകാരം അവര് എടുത്തതെന്നാണ് കേട്ടോ. അപ്പൊ അവര് തമ്മില് ഇപ്പം ലൊക്കേഷനിൽ കുറച്ച് തിരക്ക്. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതിനകത്ത് സജിന പറയുന്നുണ്ട്, ഇതിനകത്ത് ഈ വന്നേക്കുന്ന റീലൊന്നും ആ ഒരു വീഡിയോയ്ക്കകത്ത് ആൽബത്തിനകത്ത് ഇല്ലെങ്കിൽ ബാക്കി ഞാൻ അപ്പോൾ പറയാമെന്ന് പറഞ്ഞ് അതിനകത്ത് പറയുന്നുണ്ട്. ഞാനിത് ഇപ്പം തന്നെ ലച്ചു പറഞ്ഞ കേട്ടോ. അതിനകത്ത് പല സീൻസും ഇവർ ഇഷ്ടത്തിന് എടുത്തേക്കുന്നതാണ്, ഇവരുടെ തോന്നിവാസങ്ങൾക്ക് എടുത്തേക്കുന്നതാണ്, ഇവർ കഴിഞ്ഞാടാൻ വേണ്ടി എടുത്തേക്കുന്നതാണ്. അതിന് ആ ഒരു ഇത് മൊത്തത്തിൽ അങ്ങനെ സജിന പറഞ്ഞത് മൊത്തം ഈ RJ ലച്ചുവിനെയാണ് ചീത്ത വിളിച്ചത് മൊത്തം. കൂടെ ഇരിക്കുന്നത് നമ്മുടെ കയ്യിലെ സ്വർണം പിച്ചളയായാലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ രേണുവിനെ എത്ര വെളുപ്പിക്കാൻ നോക്കിയാലും രേണു എന്താണെന്നുള്ളത് രേണു ഓരോ നിമിഷം കാണിച്ചുകൊണ്ടിരിക്കുക. സജിന ഇനി അത് എത്ര മുടിക്കുക. ശ്രീധുവിനെ പറയുന്നുണ്ട്, ശ്രീധു എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് രേണു പറയുന്നുണ്ട്. ശ്രീധു എൻ്റെ ഫ്രണ്ടല്ല, ശ്രീധുവിനെ എനിക്കറിയത്തില്ല. പക്ഷേങ്കിൽ ഈ ഒരു വിഷയത്തെ ചൊല്ലി രേണു കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞിരുന്നു, കൂടെ നിന്നവർ തന്നെ പുറകിൽ നിന്ന് കുത്തിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അത് ഈ ശ്രീധുവിനെയും ഈ സജിനെയും ഉദ്ദേശിച്ച് തന്നെയാണ് പറഞ്ഞത്. ഈ രേണു ഒരു ഇതും കാണുന്നില്ല, തുറക്കുന്ന ഈ പെണ്ണുപിള്ള എന്നാണ് പറയുന്നത്. എനിക്ക് ഇവരോടുള്ള ഏറ്റവും വലിയ ദേഷ്യമാണ്. നമ്മളൊരു കാര്യം ചെയ്തെങ്കിൽ ചെയ്തു എന്ന് പറയുന്നതിന് എന്നെ കുഴപ്പം. ഇപ്പം ഞാൻ സത്യം പറയാം, ഞാൻ മിക്കവാറും വീഡിയോസ് കയറി കാണാം. ഞാൻ സജിനയുടെ വീഡിയോസ് കാണാം, ശ്രീധുവിൻ്റെ കാണാറുണ്ട്. എനിക്കെന്തെങ്കിലും കണ്ടന്റ് കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ നോക്കും. ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാനതങ്ങ് പോകും. അങ്ങനെ പലരുടെയും വീഡിയോസ് കാണാറുണ്ട്. നമ്മളിങ്ങനെ ഈ കാര്യം ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ കുറേ എന്നതെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടോ എന്ന് ഇവിടെ അറിയാനായിട്ട് നമ്മൾ ഓരോന്നിലേക്കും കയറി നോക്കുന്നത്. അല്ലാതെ ഞാൻ ചുമ്മാ എനിക്ക് സ്വന്തമായിട്ട് എൻ്റെ ഭാവനയെ മെനഞ്ഞെടുക്കുന്ന കഥകളൊന്നുമല്ല ഞാൻ ഈ റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഓരോ വീഡിയോയും കണ്ട് അതിനകത്ത് മറ്റു കാര്യങ്ങൾ നമ്മൾ അതിന് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് അറിയണമെന്ന് തോന്നി അതും കൂടെ നോക്കിയതിന് ശേഷമായിരിക്കും ചിലപ്പോൾ വീഡിയോ ചെയ്യുന്നത്. രേണു തുറന്നുണ്ടല്ലോ, പെണ്ണുപിള്ളയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന നല്ലത്. കാണാറുമില്ല, കേൾക്കാറുമില്ല. പിന്നെ ചേച്ചിനെ മാത്രം ഞാൻ കാണാം. ഇപ്പം നമ്മളിപ്പം ഇങ്ങോട്ട് ഷൂട്ടിന് അങ്ങോട്ട് പോയിട്ടിരുന്നപ്പോൾ കാർ ഇരുന്നിട്ട് ദേവുവിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. നീ കണ്ട? അപ്പോൾ രേണുസുതി വേറെ നോക്കി, ആ ദേവ് ഡിക്കോഴ്സ് എന്ന് പറഞ്ഞൊരു വ്ളോഗർ ഉണ്ട്. അത് അതിൻ്റെ ഇന്ന് ഇട്ടൊരു വീഡിയോ ആണ്. അതിനകത്ത് പറയുന്നത് ഇപ്പോൾ നീ ഒരു ബൈറ്റ്സ് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിനകത്ത് പിന്നെ എനിക്ക് സപ്പോർട്ടായിട്ട് കരിഷ്മ എന്ന് പറയുന്ന എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് കരിഷ്മയും, പിന്നെ എൻ്റെ സ്വന്തം ചേച്ചിയും എന്ന് പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് അവിടെ ഈ സജീനയുടെ പേര് പോലും അതിന്റെ തലേന്നിരക്കി നെഗറ്റീവ് ഞാൻ കണ്ടത്. അതിന്റെ തലേന്നിരക്കി സജിന ചേച്ചിയുടെ നെഗറ്റീവ് ഞാൻ കണ്ടത്. അതുകൊണ്ട് എനിക്ക് പറയാൻ സൗകര്യം ഇല്ല, അതുകൊണ്ടാണ് പറയുന്നത്, വേറെ ഒന്നല്ല കേട്ടോ. ചുമ്മാ കേട്ടല്ലോ,
ഉറപ്പായിട്ടും രേണു ആ പറഞ്ഞത് തന്നെയാണ് സത്യം. തലേ ദിവസം രേണു സജനയുടെ ആ വീഡിയോ കണ്ടു, ശ്രീധുവിൻ്റെയും കണ്ടു. അതുകൊണ്ട് തന്നെയാണ് രേണു അങ്ങനെ പറഞ്ഞത്. അതങ്ങനെയാണെന്ന് പറയുന്നതിന് എന്നാ കുഴപ്പമാണ് പറ്റാൻ പോകുന്നത്? ഇവർക്ക് ആ ഉള്ള കാര്യങ്ങൾ ഇവരിപ്പോൾ പറയാം, ഞാനത് കണ്ടു, അത് കണ്ടിട്ട് തന്നെയാണ് എനിക്കങ്ങനെ പറയാൻ തോന്നിയത്. അതല്ലേ അന്തസ്. പിന്നെ അതിനേക്കാൾ രണ്ടും ഓന്തിന് തുല്യമായിട്ടുള്ള രണ്ടെണ്ണങ്ങളാണ് കേട്ടോ. സജിനയോട് എനിക്ക് സത്യം പറഞ്ഞൊരു ബഹുമാനവും ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സജിനെ ഇവളുടെ അടുത്ത് വെറും ഇതാന്നുള്ളത് മനസ്സിലായി. അല്ലേ പിന്നെങ്കിൽ അവൾ ശരിക്കും ഇട്ട് കുത്തി പറയുന്നുണ്ട് പല കാര്യങ്ങളും. ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. രേണു ചിലതൊക്കെ പറയുന്നത് സജിനയ്ക്കിട്ട് ശരിക്കും കുത്തി പറയുന്നതെന്നുള്ളത് നമുക്കത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. തലക്കകത്ത് ഇച്ചിരി വല്ലതും വേണം, എന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. സജിന ചിലയിടത്തങ്ങ് ചമ്മി ഇരിക്കുന്ന പോലാണ് ഇരിക്കുന്നത്. എന്നത്തിന് ഇവളെയൊക്കെ ന്യായീകരിക്കാനായിട്ട് നടക്കുന്നത് എനിക്കറിയാൻ മേല. ഇവർക്ക് കണ്ട ഒരു ഫാമിലി ഉള്ളതാണ്. ഇവളെ പോലുള്ളവളൊക്കെ ഒരു തെറ്റ് ചെയ്യാതെ ഒരു പെണ്ണ് ശിക്ഷ അനുഭവിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടി ന്യായീകരിക്കട്ടെ, അതിനൊരു അന്തസ്സുണ്ട്. ഇതിനിപ്പോൾ അടുത്ത ആൽബത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഇതിനപ്പുറത്തെ കോല കയറുന്ന പരിപാടിയും കൊണ്ട് ഇനി നടക്കുന്നുണ്ട്. ഞാൻ പറയാം, ദേവുവിന്റെ സൗകര്യത്തിനല്ല രേണുസുതി പറയുന്നത്, എന്റെ സൗകര്യത്തിലാണ് ഞാൻ. ഇതിലെ ഏറ്റവും വലിയ വിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം വന്ന നെഗറ്റീവ്സ് ഉണ്ടല്ലോ, ഈ നെഗറ്റീവ്സിൽ ഞാൻ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് കൊണ്ടോ വേറെ എന്തൊക്കെ വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് തീരുമാനിക്കുന്നത്. എന്റെ കാര്യം തീരുമാനിക്കുന്നത് ബ്ലോഗേഴ്സ് അല്ലേ, അപ്പൊ അങ്ങനെ തന്നെ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഈ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് ഫുള്ളും അറിയാം രേണു സുധി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ഞാനാണെന്നുള്ളത്. പക്ഷെ രേണുവിന് അറിയത്തില്ല, എനിക്കറിയത്തില്ല. ഞാൻ രേണു ആ ഒരു ഡെപ്തിലോ ആ ഒരു ഞാൻ എന്തുമാത്രം അവളുടെ ഇതില് പിന്നെ ഹൈപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നോ രേണുവിന് അറിയത്തില്ല. അതൊക്കെ എനിക്കറിയാം, ഞാൻ വ്ലോഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളതേ അറിയാവുള്ളൂ. അല്ലാതെ ആ ഒരു നിങ്ങൾക്ക് അറിയാവുന്ന കണക്കത്തുള്ള അതങ്ങനെ 10 നല്ല ഇട്ട ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ അത് തീരും. അതാണ് ഇപ്പോഴത്തെ സംഭവം. ഞാനങ്ങനല്ല കേട്ടോ. അങ്ങനെയാണ് ഞാനിപ്പോ ഇവിടെ വന്നിരിക്കുവോ ഷൂട്ടിന്. അത് തന്നെയാണ് കറക്റ്റ് പറഞ്ഞത്. അതൊരു കുത്തല്ലേ, 10 ഇതിട്ടേച്ച് അതിലൊരു നെഗറ്റീവ് ഇട്ടാൽ അവിടെ തീർന്നു. അതാണിപ്പോൾ സജിനയുടെ ഇരിപ്പ് കണ്ടോ, പാവം, മുഖത്ത് ചോരമയം പോലും ഇല്ലെന്ന് തോന്നിട്ടോ. അതാണ് രേണു പറയേണ്ട നല്ലപോലെ. ഈ രേണുവിന് എവിടെയൊക്കെ ഒരു ഇച്ചിരി പിരി ലൂസായി കിടപ്പുണ്ട് കേട്ടോ. അതൊന്ന് മുറുക്കിയിട്ടാൽ ചിലപ്പോൾ ഓക്കെ ആവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതിനകത്ത് പറയുന്നത് കേട്ടോ, ഞാൻ ചേച്ചിയുടെ പോലും വീഡിയോ കാണാറില്ല, ഞാൻ ഒന്നും കാണാറില്ല. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ആ വായി തന്നെ പറഞ്ഞിട്ടോ, ചേച്ചിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുക. ഈ അപ്പുറത്ത് പറയുന്നത് ഇപ്പുറത്ത്, അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഇവരൊന്നിലും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. ഇവർ അന്നേരം വരുന്ന ഇവരുടെ ഭാവന. ഇപ്പോൾ ഈ ഇരിപ്പൊക്കെ കണ്ടാണ്ടല്ലോ, ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ആണെന്ന് തോന്നും പുള്ളിക്കാരിയെ കണ്ടല്ലേ. അതേ സ്റ്റൈലും അതേ ഗെയിമയും ഒക്കെയാണ്. ഇവരെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഈ ഒരു പ്രശ്നം വന്നപ്പോഴത്തേക്ക് സജിനെ ആ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് പറഞ്ഞു, മോളെ ഒന്ന് ഉപദേശിക്കുക, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക, രേണുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ പറയാം. അതിനൊക്കെയുള്ള മറുപടി രേണു പറയുന്നുണ്ട്. നിങ്ങൾക്ക് കേൾക്കാം, സപ്പോർട്ട് ചെയ്തിരുന്നവർക്കൊട്ടും കിട്ടുന്നുണ്ട്. നെഗറ്റീവായി വന്നത് ഇപ്പൊ ഒരു ഷൂട്ടിന് പോയി നിങ്ങൾ 3 നായകന്മാരെ വെച്ചിട്ടുള്ള. പക്ഷെ അത് ഇപ്പൊ ഞാൻ ഇത് ഇവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, എനിക്ക് പേഴ്സണലായിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇഷ്ടംപോലെ വോയിസ് വന്ന്, അതൊക്കെ ഞാൻ നിന്റെ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നിനക്ക് ഡയറക്റ്റ് അയച്ചു കേൾക്കത്തുമില്ല, അതിനുള്ള സമയവും. ഞാൻ ആ ചേച്ചിക്കും അവരച്ഛനും ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് വോയിസുകൾ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിനകത്ത് ഇപ്പം എല്ലാരും പറയുന്നത് സ്റ്റാർട്ട് ആക്ഷൻ പറഞ്ഞു കഴിയുമ്പോൾ രേണുസുതി അഭിനയിക്കത്തില്ല, കട്ട് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് രേണുസുതി പറയുന്ന പോലെ തന്നെ ഇരിക്കട്ടെ ചേച്ചി, അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ. കട്ട് പറഞ്ഞാലേ എനിക്ക് അഭിനയം വരത്തുള്ളൂ. അപ്പൊ കുറച്ച് അധികമായിട്ട് കുറച്ച് കൂടുതൽ ഈ സിനിമ അഭിനയിക്കുമ്പോഴല്ലാതെയും രേണുസുതി ഭയങ്കര ഇന്റിമൻസ് ആയിട്ടാണ് ആണുങ്ങളോട് എപ്പം പോകുന്നതല്ല. അക്ഷയ് എന്റെ ഫ്രണ്ടാണ്, അവൻ നേരത്തെ തൊട്ടുള്ള ഫ്രണ്ടാണ്, എനിക്കൊരു അനിയനാണ് അവൻ. ഞാൻ ചെവിയിൽ പറഞ്ഞാണോ നിങ്ങൾക്ക് ഇത്, അതോ ആ ഡ്രസ്സാണോ നിങ്ങൾക്ക് ഇന്റിമസി, അതോ ഇങ്ങനെയൊക്കെ പറഞ്ഞാണോ നിങ്ങൾക്ക് അത്ര ഇന്റിമസി ആയി? ഞങ്ങൾക്ക് അങ്ങനെ വല്ല രഹസ്യം ഉണ്ടെങ്കിൽ റൂം എടുക്കാം, ഹോട്ടൽ റൂമുണ്ട്, അവിടെ എടുത്തിട്ട് ഞങ്ങൾക്ക് എന്ത് വേണം കാണിക്കാൻ. നിങ്ങൾ അറിയത്തില്ല, നിങ്ങൾ ആരും അറിയില്ലല്ലോ. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാനത് സിമ്പിൾ, നമ്മുടെ ഒരു അനിയൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെയാണോ പറയുന്നത്, നമ്മുടെ മനസ്സിൽ കളവില്ലാതെ നമ്മൾ അങ്ങനെ പറയും. നിങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ചെടുക്കാനുള്ളവർ എടുത്തോളൂ, ദാറ്റ്സ് ഇറ്റ്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നിങ്ങളുടെ കണ്ണിൻ്റെ തോന്നൽ, അതേ എനിക്ക് പറയാനുള്ളൂ. അല്ല രേണു, ഈ കാണിച്ച കോലം കെട്ടലിനൊക്കെ രേണുവിനെ സ്നേഹിക്കുന്നൊരു ഒരുപാട് ഉപദേശങ്ങളുമായിട്ട് വന്നായിരുന്നു. അയ്യോ മോളെ അങ്ങനെയല്ല, രേണു ഇങ്ങനെ വേണം, ഇങ്ങനെ. ഇപ്പോൾ നിങ്ങളുടെ കണ്ണിൻ്റെ കുഴപ്പമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ കണ്ണിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അല്ലാതെ രേണുവിൻ്റെ ഭാഗത്ത് തെറ്റില്ല. പിന്നെ ഈ ഫ്ലാറ്റിൽ പോയ കാര്യങ്ങളൊന്നും ഞങ്ങളാരും അല്ല പുറത്ത് കൊണ്ടുവന്ന്, രേണു തന്നെയാണ് പുറത്ത് കൊണ്ടുവന്ന് പറഞ്ഞത്. അല്ലാതെ നിങ്ങൾ പോയപ്പോൾ ഒളിക്യാമറയും കൊണ്ട് ആരും വന്നതല്ല. പിന്നെ നിങ്ങൾ റൂം എടുക്കുമോ, എന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് തോന്നിയാസങ്ങൾ കാണിച്ചാലും അത് പൊതു സമൂഹത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക, പബ്ലിക്കിലേക്ക് കൊണ്ടുവരാതിരിക്കുക. കാര്യം എന്നാന്ന് വെച്ചാൽ, ഈ ഫോൺ ഉപയോഗിക്കുന്ന കൊച്ചതും വലുതുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, കുട്ടികളും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. അവർക്കൊരു ഗുണമുള്ള ഒരു കാര്യവും നിങ്ങൾ ചെയ്യുന്നില്ല, അതേ പറയുന്നുള്ളൂ. അല്ലാതെ നിങ്ങൾ റൂം എടുക്കാൻ പോയതിന് ആർക്കും സങ്കടമില്ല, നിങ്ങൾ ആരുടെയും തോളെ കയറി നടന്നാലും സങ്കടമില്ല, ഇനി അവൻ്റെ മടിയിലിരുന്നാലും കുഴപ്പമില്ല, ഒക്കെ തിരുന്നാലും ഒന്നും കുഴപ്പമില്ല. നിങ്ങളിത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാതിരിക്കുക, അത് മാത്രമേ പറയുന്നുള്ളൂ. അതൊക്കെ നിങ്ങളുടേതായ ഇഷ്ടങ്ങൾ, അതിലാരും കൈകടത്താനും വരുന്നില്ല.
പക്ഷേ ഇത് ഉപയോഗിക്കുന്ന ഈ ഫോൺ ഉപയോഗിക്കുന്നത് ഞാനും ഒരു അമ്മയാണ്, എൻ്റെ മക്കളുടെ കയ്യിലും ഉണ്ട് ഫോണ്. അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളോ എന്നതെങ്കിലുമൊക്കെ അവർ ചിലപ്പോൾ യൂട്യൂബിൽ കയറി ആയിരിക്കും നോക്കുന്നത്. തുറന്ന ഈ ഒരു സാധനത്തിൻ്റെ മോന്തയല്ലേ വരത്തുള്ളൂ, അല്ലാതെ വേറെ എന്നെങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുമോ? അപ്പോൾ അത് കാണുന്ന വഴിക്ക് അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നല്ല ഗുണമുള്ള ഒരു കാര്യമില്ല. ആൾക്കാർക്ക് മോശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തേച്ചാണെങ്കിൽ നമുക്ക് പറയാം, അവർ അഭിനയം കൊള്ളാം, അത് പിള്ളേരെ പറ്റി. അതല്ല നിങ്ങൾ കിടന്നെങ്കിലും അഴിഞ്ഞാടുന്നതും ഇതൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്, നല്ലതൊന്നുമല്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം പുള്ളിക്കാരിക്ക് ആരും എന്നാ പറഞ്ഞാലും വിഷയമൊന്നുമല്ല. പുള്ളിക്കാരുടെ ഇഷ്ടമുള്ള പോലെ കാണിക്കത്തേ ഉള്ളൂ. ആ പറച്ചിലിനൊക്കെ എത്രമാത്രം അഹങ്കാരമുണ്ട്. ഈ അഹങ്കാരം ഒന്ന് തീരെ ഞാൻ പറയില്ലേ, ഇടയ്ക്കങ്ങ് ആളിക്കത്തുന്നുണ്ട് പുള്ളിക്കാരി. ആളിക്കത്തിയേച്ച് അത് അണയാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബ്ലോഗർമാര് പറയുന്നത് ഇത് തന്നെയാണ്. രേണു ഇട്ട് കൊടുക്കുകയാണ്. ഇതാ ഇപ്പൊ ആദ്യം പറഞ്ഞ് ഒരു മുസ്ലിമിനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നു, ഉടനെ കല്യാണം കഴിക്കുമെന്ന് പറയുന്നത് അത് ചുമ്മാതാണെന്ന് പറയുന്നത്. ചുമ്മാ അല്ലെന്ന് നമുക്കറിയാലോ. വീണ്ടും ഇട്ട് വരുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്കറിയാം, ചുമ്മാ അല്ലെന്ന്. ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരുന്നത് പറയുന്നത്. അപ്പം എനിക്ക് ഇപ്പൊ നമ്മളെ ഞാൻ എനിക്ക് ഒറ്റ കാര്യം കൂടെ പറയാൻ രേണുവിന്റെ അടുത്ത്, നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് രേണു. നമുക്ക് നെഗറ്റീവ് കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ചിന്തിച്ചിട്ടില്ല. പോസിറ്റീവ് ഉണ്ടെങ്കിൽ അത് ഇതിനെക്കാട്ടി കൂടുതൽ വൈബാണ്. നല്ല കാര്യമല്ലേ, എല്ലാവരും പോസിറ്റീവ് ആഗ്രഹിക്കുന്ന ആളല്ലേ. അപ്പൊ അവർക്ക് കുറച്ച് സജഷൻ ഉണ്ട് നിന്റെ അടുത്ത് പറയാം. സജഷൻ അതല്ലാതെ നിന്റെ അടുത്ത് ആജ്ഞാപിക്കുമല്ല, അവര് സജക്ട് ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നു, അപ്പൊ വേറൊരാൾ നിന്നെ നെഗറ്റീവ് പറയുമ്പോൾ നിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് കണ്ട അവരാദ്യം അവര് കഴിച്ചുകൊണ്ടത് നീ വലിയ സപ്പോർട്ട് ആയിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി? ഇതിനൊക്കെ കാര്യമാണ്. ഞാൻ അക്ഷയുടെ ചെവിയിൽ ഇനി ചിലപ്പോൾ പറയും, അതൊക്കെ എന്റെ ഇഷ്ടമല്ല, നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പിടിച്ചു തൂങ്ങുന്നത്? എനിക്കറിയത്തില്ല. ഇത്രയും നെഗറ്റീവ് ഇങ്ങനെ ഈ ഒരു ഷോർട്ട് ഫിലിം, ഈ ഒരു ആൽബത്തിനുണ്ട് ഇത്ര നിങ്ങളുടെ അതങ്ങ് തീരുമല്ലോ. എന്താണ് സജിന അത് നിന്നോടുകൂടാണ് പറഞ്ഞത്. ഞാൻ ഇനിയും അക്ഷയുടെ ചെവി ചെന്ന് പറയും, ചിലപ്പോൾ അക്ഷയുടെ മടി കയറി ഇരിക്കും, ചിലപ്പോൾ തോളെ കയറി ഇരിക്കും. അത് നിന്നോട് കൂടെയാണ് പറഞ്ഞത്. നീ അതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ കൂടുതൽ ഇനി നിന്നോട് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ രേണുവിന് പറ്റത്തില്ല. നല്ല വ്യക്തമായിട്ട് തന്നെയാണ് അത് പറഞ്ഞു തന്നേക്കുന്നത്. ഞാൻ ഇനി അത് ചെയ്യും, ഞാൻ ഇനി അങ്ങനെ കാണിക്കും, ഞാൻ ഇനി ഇത് ചെയ്യും, നിങ്ങൾ നോക്കണ്ട. സജിന ഇനി എത്ര നല്ല സോപ്പിട്ട് കഴുകി അത് വൃത്തിയാക്കാൻ നോക്കിയാലും അത് ചെളി പറ്റി തന്നെ ഇരിക്കത്തുള്ളൂ, അത് വൃത്തിയാകുകയില്ല. നീ എത്ര ഇനി അത് വൃത്തിയാക്കി നല്ലപോലെ ഉണക്കി വെയിലത്തിട്ടാലും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ചെളിയിലേക്ക് തന്നെ പോകത്തേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ സജിനയുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അഭിപ്രായങ്ങൾ പറയണമെന്ന് പറഞ്ഞ് സജിന കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ പറയാം, ഇതുകൊണ്ടൊന്ന് കേൾക്കട്ടെ. അല്ല അഭിനയമല്ല പറയുന്നത്. ഇപ്പൊ ഇതിനകത്തുള്ള ഈ പിന്നെ ആ അഭിനയം കഴിഞ്ഞ സ്റ്റാർട്ട് പറഞ്ഞതിന് ശേഷമുള്ള ആ ഒരു കാര്യമാണ് എന്റെ ഇഷ്ടമല്ലേ അത് അവരോടാ. എന്റെ ഇഷ്ടമല്ലേ ഞാൻ ചെയ്യട്ടെ. നിങ്ങൾക്ക് എന്താ? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്, വീട്ടുകാരുടെ കാര്യം നോക്ക്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം നോക്ക്. നിങ്ങൾ ജീവിക്കും. നിങ്ങൾ എന്തിനാ എന്റെ ഇങ്ങോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്? ഈ ഒരു വിഷയത്തിൽ ഇപ്പൊ എല്ലാവരും ചോദിച്ചു സജിന എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ല, കാരണം നീ ഇപ്പൊ ഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെ ഒരു വോയിസ് ഇട്ടോ ഒരു കാര്യമില്ല. കാരണം എനിക്ക് വന്ന ആ കമന്റുകളെല്ലാം ഞാൻ രേണുവിന് ഇന്നലെ കാണിച്ചു, ഞാനത് കേൾപ്പിച്ചും ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു രേണു ഇവർക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് ആ ഒരു ഉത്തരം രേണു പറയേണ്ടത് ഞാനല്ല. കാരണം ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ ഉള്ളൂ. അപ്പം എനിക്ക് നിങ്ങളുടെ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കറക്റ്റായിട്ട് തരാൻ പറ്റുന്നത് രേണുവിനാ. അപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഞാൻ രേണുവിനോട് പറഞ്ഞിട്ടുണ്ട്, രേണു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്നും പറയാനില്ല. സ്നേഹിക്കുന്നവർ വീണ്ടും സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുന്നവർ വീണ്ടും സപ്പോർട്ട്, നെഗറ്റീവ് ഇടുന്നവർ വീണ്ടും നെഗറ്റീവ് ഇടുക, സ്നേഹിക്കാത്തവർ സ്നേഹിക്കാതിരിക്കുക. ഞാൻ എന്റെ വഴി നോക്കി പോകും, എന്റെ ഇഷ്ടമാണ്, എന്റെ ലൈഫാണ്, ഞാൻ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. എങ്കിലും ഞാൻ ഇതിനകത്ത് സജിനയ്ക്ക് ശരിക്കും ഇതാകുന്നുണ്ട് രേണുവിൻ്റെ വർത്തമാനം കാര്യങ്ങളൊക്കെ. പക്ഷേങ്കിൽ സജിനയ്ക്ക് അങ്ങോട്ട് ഒന്നും മേലെ പണ്ടായിട്ട് പറയത്തില്ലേ, കഴിച്ചിട്ട് ഇറക്കാനും മേലെ മധുരിച്ചിട്ട് തുപ്പാനും മേലാത്തൊരവസ്ഥയല്ല സജിന അവിടെ ഇരിക്കുന്നത്. ഇതൊന്ന് സജിന സത്യം പറഞ്ഞാൽ രേണുവിനെ ഒന്ന് വെളുപ്പിക്കാൻ കയറിയതാണ്. സജിനയും കൂടെ നാറിപ്പോകുന്ന പോലത്തെ അവസ്ഥയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ എത്ര അഹങ്കാരത്തോടുകൂടിയാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്നൊക്കെ. നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടെ ഈ രേണു പറയുന്ന കാര്യങ്ങളൊന്നും ഒരു പിരി പോയെന്നല്ലേ പറഞ്ഞു. ഒരു പിരിയല്ല കേട്ടോ, ഒരു 10-25 പിരി ചൂരി കിടക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു വെളിവില്ല പുള്ളിക്കാരിക്ക് പറയുന്നത് എന്നാന്നുള്ളത്. സജിന വെളുപ്പിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് രേണു അതിനകത്തേക്ക് ചെളി പിന്നെ ഇട്ട് കൊടുക്കും. ഞാൻ കണ്ടിട്ടില്ല. ആ വിളിച്ച് പറയാതിരിക്കാം, ശരിയാ വിളിച്ച് പറയാം. ഇവരെന്നതാണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ സംസാരിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ച് ചികിത്സിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം ഇതുപോലൊരു എന്നാ ഇതിനൊക്കെ പറയുക. പുള്ളിക്കാരിയുടെ വിചാരം പുള്ളിക്കാരിക്ക് സജിനയുടെ ഇരുത്തിയുള്ള പറച്ചിലും എടുക്കുകയൊക്കെ കണ്ടാൽ തോന്നും ഏതാണ്ട് 5 വയസ്സുള്ളൊരു കൊച്ചിനെ അമ്മ ഇരുത്തി ഉപദേശിക്കുമെന്ന് തോന്നും. മുതുക്കി എന്നതിനൊക്കെ ഇനി എന്നാ ഉപദേശിക്കാനായിട്ടാണ്? ഞാൻ പറഞ്ഞതിനകത്ത് ഒരു ഇച്ചിരി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കത്തില്ല. ചേച്ചി പറയുന്നത് ശ്രദ്ധിക്കാം, ഇവര് പറയുന്നത് എന്തിനാ? മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം മറ്റുള്ളവർ ഞാൻ തമ്മിൽ യാതൊരു ബന്ധമില്ല, പക്ഷെ ചേച്ചി പറയുന്നത് ഞാൻ ശ്രദ്ധിക്കും.
ഉറപ്പായിട്ടും അത്ര തീർച്ചയായും. അത് മാത്രം ഞാനും പറഞ്ഞ അത് തന്നെയാണ്. ഞാൻ രേണുവിനെ കണ്ട് ഞാൻ പറഞ്ഞ അവള് കേൾക്കും എന്നൊരു ശ്രദ്ധിക്കാൻ പാടില്ല. ചെറിയൊരു വിശ്വാസം ഉണ്ട്. അത് കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ. ഇനി ആൽബം വരാനുണ്ട്. വരാനുണ്ട്. ഇനി ആൽബങ്ങളൊക്കെ വരണ്ട്. ഇനി ഇത് കണക്കാതെ പോക്കൃത്തരം വന്നാ തീർന്ന്. പോക്കരുത്. എന്ത് തീർന്നത് ചേച്ചി? വ്ലോഗ് ഇട്ട് തീർന്ന് നെഗറ്റീവ് അടിക്കുന്നില്ല. നെഗറ്റീവ് അപ്പൊ ഇപ്പൊ ഇത്രയും നാൾ ഞാൻ പോസിറ്റീവ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അതിനെതിരെ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ രണ്ട് തന്തയുടെ സ്വഭാവമാവും. ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നിർത്തണം. അതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞാൻ എന്റെ ഒരു കാര്യം കൂടെ പറയണം. ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമില്ല. എന്റെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്നത്. രഹസ്യത്തിൽ ഉണ്ടാക്കുക എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ രഹസ്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നാണ് ഞങ്ങൾ റൂം എടുക്കും, ഞങ്ങളെല്ലാം ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ മീഡിയയ്ക്ക് മുന്നിൽ ഇത്രയും 15 ക്യാമറയ്ക്ക് മുന്നിൽ ഞങ്ങൾ രഹസ്യത്തിൽ ഒന്നും ചെയ്തില്ല. അത് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അത് എന്റെ ശരിയാണ് ഞാൻ ചെയ്യുന്നത്. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കി. രേണു ഒരിക്കലും നെഗറ്റീവ് ആണെന്ന് ഒരു ബ്ലോഗറും പറഞ്ഞിട്ടില്ല. അവർ പറയുന്ന രേണുസുതി നെഗറ്റീവ് ഇട്ട് കൊടുക്കുവാണെന്നാണ് പറയുന്നത്. എന്താണ് അവർ പറയട്ടെ? റീച്ചല്ലേ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. എന്നെ പരത്തറി വിളിക്കുന്ന ബ്ലോഗേഴ്സില്ലേ, എനിക്ക് അപ്പൊ എന്തായാലും ഷൂട്ടിന് ഇതിൽ സജിന പറഞ്ഞൊരു കാര്യം കേട്ടോ. പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം സജിനയുടെ തന്നെയാണ് സജിന പറഞ്ഞത്. പോസിറ്റീവ് ഇട്ടേച്ച് പിന്നെ നെഗറ്റീവ് പറയുമ്പോൾ പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവം ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞത് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ? ഈ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർ രേണു എന്നാ പോക്കൃത്തരം കാണിച്ചാലും നെഗറ്റീവ് പറയാൻ പാടില്ല. പോസിറ്റീവായിട്ട് മാത്രമേ സംസാരിക്കാവുള്ളൂ. അതിനെ കോമള ചേച്ചി ചിലപ്പോൾ കിട്ടുമായിരിക്കും കേട്ടോ. പുള്ളിക്കാരിക്ക് ഒരു 20 പിരിയോളം അത് വെട്ടിയിരിക്കുന്നൊരു സാധനമാണ്. അവർ പറയുന്ന ഒരു യോജിക്കില്ലാത്ത ഒരു പെണ്ണുങ്ങൾക്ക് ചേർന്ന ഒരു കാര്യമില്ല അവർ പറയുന്നത്. അത് സത്യം പറഞ്ഞാൽ അതൊരു സ്ത്രീ തന്നെയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലുള്ള ഡയലോഗാണ് അവർ ഓരോന്നിനും വന്നേച്ചാൽ എപ്പിയിലോട്ട് കയറണം. കോമള ചേച്ചിയുടെ ലീലാവിലാസങ്ങളൊക്കെ കാണണമെങ്കിൽ കമൻറ്റിൽ വരുന്ന കാര്യങ്ങൾ ചിലർ വന്നാലും പൂര തെറി ഓർത്ത് വെച്ച് പോകുന്നുണ്ട്. ആ പെണ്ണുമ്പിള്ളേക്ക് വല്ല കാര്യമുണ്ടോ വയസ്സിനാം കാലത്ത്? ഇച്ചിരി പ്രായമുള്ള കണ്ടാന്ന് തോന്നുന്നു. വീട്ടിൽ വല്ല കൊച്ചുമക്കളെ നോക്കി മര്യാദയ്ക്ക് ഇരുന്നാൽ പോരെ. ഇതൊക്കെ കണ്ട് ചീമാതിരി കമൻറ്റുകൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമുണ്ടോ? അവരുടെ വീട്ടിലെ ആർക്കെങ്കിലും അവരിങ്ങനെ സമ്മതിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്? അതുപോലെ തന്നെ അതുകൊണ്ട് നിങ്ങളും അത് ചെയ്യരുതെന്നാണ് സജ്ജന ഇപ്പോൾ തന്നേക്കുന്ന ഓർഡർ കേട്ടോ. രേണുവിൻ്റെ ആരാധകരോട് പറഞ്ഞേക്കുന്നതാണ്. പിന്നെ എനിക്ക് സജ്ജന ചേച്ചി മാത്രം മതി, വേറെ ആരും ഞാൻ മൈൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞു. ഈ സജ്ജന ചേച്ചി മാത്രമല്ല രേണുവിനെ സഹിക്കുന്നത്, ഈ നാട്ടുകാർ മൊത്തം സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ നാട്ടുകാർ തന്നെ ഈ ഫോൺ ഉപയോഗിക്കുന്നവർ മൊത്തം രേണുവിനെ സഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ മോളെ വളർത്തിക്കൊണ്ട് വന്നതേ ഇതുപോലുള്ള ഓഡിയൻസാണ്, അല്ലാതെ സ്വന്തമായിട്ട് വളർന്നു വന്നതൊന്നും അല്ലല്ലോ. നിങ്ങൾ ഏതെങ്കിലും എത്രയോ ആൾക്കാർ ഓരോ കാണിച്ചു കൂട്ടുന്നു, അവരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെയൊക്കെ നല്ലതായിട്ട് റീൽ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സുധി എന്നുള്ളൊരു ലേബൽ വന്നു, ഒരു വിധവ എന്നുള്ളൊരിത് വന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നവൾ, ഒരു തൊഴിൽ എത്തിക്കുക, അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ ഇപ്പോൾ പുള്ളിക്കാരി അവിടെ ഇവിടെയൊക്കെ കാണിക്കാൻ തുടങ്ങിയപ്പം അങ്ങനെ കാണാനും കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അറിയാം എങ്ങനെ മുന്നോട്ട് പോകണം, എന്നതാണ് ചെയ്യേണ്ടതെന്നറിയാം. അല്ലാതെ ഇത് പൊട്ടിയൊന്നുമല്ല, പാവമല്ല, വിളഞ്ഞ വിത്താണ്, പക്ക ഫ്രോഡുമാണ്. കാര്യം ഏത് സിറ്റുവേഷനിൽ എങ്ങനെ നിൽക്കണം, ആ കൂടെ കൂടുന്നവരെ മുഴുവൻ അവരതിൽ കുഴി ചാടിച്ചേ ഇവർ പോകത്തുള്ളൂ. ഇവർ മാത്രമല്ല ചാടുന്നത്, മൊത്തം പേരെ കുഴി ചടിച്ചിട്ടേ പോവുള്ളൂ. അതുപോലെ തന്നെ സജിന കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, സജിന ഇപ്പോൾ ഒരു കാര്യം എടുത്തേച്ച് രേണു ഇത് നല്ല ആളാണ്, നിന്നെപ്പറ്റി നല്ല പറയുന്നതാണ് എന്ന് പറയുമ്പോൾ രേണു ആണോ ഓക്കെ എന്നാൽ രേണു അവരെ പറ്റി നല്ല വാക്ക് പറയും. രേണു നിന്നെപ്പറ്റി ഇവർ മോശമായിട്ടാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഉടനെ രേണു ആണോ മോശം, രേണു അപ്പോൾ അവരെ മോശമായിട്ട് പറയും. അപ്പോൾ ശ്രീധുവിൻ്റെ കാര്യത്തിൽ സജിന സംസാരിച്ചില്ലേ രേണുവിൻ്റെ അടുത്ത്? ശ്രീധുവിന് പറഞ്ഞ കറക്റ്റാണ്, അവൾക്ക് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊന്നും സപ്പോർട്ട് ചെയ്യാൻ പോയില്ലേ? ഇവർ രേണു പറയുന്നുണ്ട് ശ്രീധു എൻ്റെ ഫ്രണ്ട് അല്ല എന്ന് പറയുന്നുണ്ട്. ശ്രീധു ഫ്രണ്ട് അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീട്ടിലെങ്ങനെ അവർ വന്നു നിങ്ങളുടെ ഫ്രണ്ട് അല്ലാത്ത ഒരാൾ? നിങ്ങൾക്ക് വേണ്ടി അവരെന്നിട്ട് വ്ളോഗ് ചെയ്യുന്നു. നിങ്ങൾ 3 പേര് കൂടെ നിന്ന് ബിഷപ്പിനെ ചീത്ത വിളിച്ചൊരു വ്ളോഗുണ്ട്, ഒരു ഇതുണ്ടല്ലോ, ചെറിയൊരു റീലുണ്ടല്ലോ, നിങ്ങൾ ബിഷപ്പിനെ നിന്ന് ചീത്ത വിളിച്ച്. അതിനകത്ത് ശ്രീധു ഉണ്ടായിരുന്നല്ലോ, ഭയങ്കര ഒട്ടിച്ചേർന്നായിരുന്നല്ലോ എല്ലാവരും കൂടെ നിന്നത്. അന്നേരം ഫ്രണ്ടായിരുന്നു. ഇതിനു മുമ്പ് പറയുന്നേം കേട്ടിട്ടുണ്ടല്ലോ, ശ്രീധു, സജിന ചേച്ചി ഇവരൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്, ഇവരൊക്കെ നല്ല നല്ല ആൾക്കാരാണ്. പെട്ടെന്നൊരു നിമിഷം കൊണ്ട് ശ്രീധു ഫ്രണ്ട് അല്ലാതായി മാറിയോ? അതാ പറഞ്ഞത്, സജിനയ്ക്കുള്ളത് ഇനി കിട്ടാൻ കിടക്കുന്നതേ ഉള്ളൂ. എന്നാന്ന് ചോദിച്ചാൽ ഇവർ ഇനി ഇതിൻ്റെ അപ്പുറത്ത് നെഗറ്റീവ് കാണിക്കും. നെഗറ്റീവ് കാണിച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ സജിനെ ഇനി ആൾക്കാർ ചീത്ത വിളിക്കാൻ തുടങ്ങും. നമുക്ക് എന്നെ സജിന ഇതിനകത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾ ഇതിനകത്ത് കമൻറ്റ് ഇടണേ എന്ന് പറഞ്ഞായിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം അതിനകത്ത് എന്നതൊക്കെയാണ് ഇറക്കുന്നത് നമുക്ക് നോക്കാം. പബ്ലിക്കിനെ വെറുപ്പിക്കരുത് മോളെ, എന്തും ഇറക്കിയാലും വിജയിക്കണമെങ്കിൽ ജനങ്ങൾ വേണം. കറക്റ്റാണ്. അത് സജിന ഒന്ന് കൂട്ടുകാരിക്കൊന്ന് അയച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കമൻറ്റ് അവർ പറഞ്ഞ കറക്റ്റാണ്. എന്ത് വിജയിക്കണമെങ്കിലും ജനങ്ങൾ വേണം. ഇപ്പം ഞാൻ ഇടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ പോലും ഞാൻ നാട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ടിരുന്നാൽ ആരും കാണാൻ വരത്തില്ല, നമുക്ക് ആരും കാണില്ല സപ്പോർട്ട്. മരിച്ചുപോയ സുധിയെ പറഞ്ഞാൽ മതി, ഈ അലവലാതിയെ കെട്ടി ഞങ്ങളെ വലയ്ക്കാൻ കാണുമ്പോൾ അറപ്പ്.
രേണുവിനെ സ്നേഹിച്ചിരുന്നവരൊക്കെ തരുന്ന വാക്കുകളാണ്. രേണുവിൻ്റെ ഇരിപ്പും സംസാരവും അഹങ്കാരം കൊടുമുടിയിൽ നിൽക്കുക, വീഴ്ച താങ്ങില്ല, ഷുവർ കർമ്മ ഉണ്ട്, മോളെ കാത്തിരിക്കൂ. ഇതൊക്കെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുന്നവരാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. കള്ളം പറഞ്ഞ് ശീലിച്ചത് കൊണ്ട് പിന്നെ പ്രശ്നമില്ല. സജിനയുടെ ആ ഒരു ഇതിനകത്ത് നോക്കിയാലും അനുകൂലമായിട്ട് ഒരു കമൻറ്റും ഞാൻ കണ്ടില്ല കേട്ടോ അതിനകത്ത്. ഇതുപോലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ മാത്രമേ ഉള്ളൂ. രേണുവിനെതിരെ റിയാക്ഷൻ ചെയ്യുന്നവർക്കേ റീച്ചുള്ളൂ. സജിന കിടന്ന് കഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. ശരിയാണ്, രേണു പറയുന്നു രേണുവിനെ റീച്ചിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്, അവരെ പറ്റി ഇപ്പോൾ ലാലേട്ടനെ പറ്റി ആരെങ്കിലും മോശം പറഞ്ഞാൽ ലാലേട്ടനെ ആരാധിക്കുന്നവർ ഒരിക്കലും അത് കാണാൻ പോകത്തില്ല. 2-3 പ്രാവശ്യമൊക്കെ പോയി ചീത്ത വിളിച്ച് പിന്നെ അവർ മൈൻഡ് കൊടുക്കത്തില്ല. പക്ഷേ രേണുവിന് നെഗറ്റീവ് പറഞ്ഞാൽ അതുപോലെ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ രേണുവിന് അത്രയ്ക്ക് ആൾക്കാർ വെറുപ്പാണെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അതുപോലും ചിന്തിക്കാൻ ബോധമില്ലാത്തതൊക്കെയാണ് നടക്കുന്നത്. അണയാൻ പോകുന്ന ദീപം ആളിക്കത്തും. എന്ത് വഴി നിലത്ത് നിൽക്കുക, അധികം പൊങ്ങാതെ താഴെ നില്ല്. ഇതൊക്കെ രേണുവിനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സജിനയോട് ആരാണ്ട് ഇതിനകത്ത് പറയുന്നതൊക്കെ കണ്ടു. സജിനയോടൊരു സ്നേഹമുണ്ട്, അതും കൂടി ഇവരുടെ കൂടെ നിൽക്കുമ്പോഴത്തേക്ക് ഇല്ലാതാവുകയാണ് ചെയ്യുന്നതെന്ന്. രേണുവിൻ്റെ വിചാരം എന്നാണെന്നറിയാം, രേണുവിനെ അങ്ങ് ആരാധകരങ്ങ് പൊതിഞ്ഞ് പിടിച്ചേക്കും എന്നുള്ളതാണ് രേണുവിൻ്റെ വിചാരം. പക്ഷേ എനിക്കറിയാം ഇവർക്ക് ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇവർ തന്നെ പറഞ്ഞു, ചെറുപ്പക്കാരാമ്പിള്ളേരാണ് ഇപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവരെയാണ് ഇവർക്ക്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെയുള്ള തോന്നിവാസങ്ങൾ കാണിക്കുന്നത്. അവരിപ്പോൾ തന്നെ മുൻകൂട്ടി പറഞ്ഞു കഴിഞ്ഞു അടുത്ത ആൽബം ഇറങ്ങാൻ പോകുന്നു, അതിൽ ഇതിനൊക്കെ കൂടുതലായിരിക്കുന്നത്. അപ്പോൾ സജിന ഉപദേശിച്ചതിന് എന്നാ അർത്ഥം ഇരിക്കുന്നു? സജിന പറഞ്ഞാൽ കേൾക്കുമോ എന്ന് ചോദിച്ച് സജിന വലിയ ബബ്ബ വെച്ച് പൊന്നെ തേനെ വാലേ എന്നൊക്കെ പറഞ്ഞിരുന്ന് പറഞ്ഞല്ലോ. പുള്ളിക്കാരി കേൾക്കാമെന്നും പറഞ്ഞല്ലോ. അവസാനം പറഞ്ഞെന്താ, അടുത്ത ആൽബം ഇറങ്ങാനിരിക്കുന്നെന്ന്. അപ്പോൾ സജിന പിണങ്ങി പോയാലും പുള്ളിക്കാരിക്ക് വിഷയമൊന്നുമില്ല. പുള്ളിക്കാരിയുടെ ഇഷ്ടത്തിന് ഇങ്ങനെ കാണിക്കും, വേണ്ടതൊക്കെ കാണിക്കുന്നത്. നിങ്ങൾ നോക്കിക്കോ, ഒരു ദിവസം ഈ സജിന ഈ രേണുവിനെ ഏറ്റവും കൂടുതൽ മോശം ആയിട്ട് പറയുന്ന റിയാക്ട് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കും, വീഡിയോ ചെയ്യുന്ന വ്യക്തിയായിരിക്കും. കാര്യം എന്നാന്ന് ചോദിച്ചാൽ സജിനയ്ക്ക് രേണുവിനെ പറ്റി മുഴുവൻ കാര്യങ്ങൾ അറിയാം, നമ്മൾക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം. അതും കൂടെ വെച്ചായിരിക്കും സജിന ഒരുപക്ഷെ ഇനി റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോഴുടനെയൊന്നും കാണത്തില്ല, എന്നാലും അധികം താമസിക്കാതെ സജിനയുടെ ചാനലിനകത്ത് രേണുവിനെ പറ്റി അത്രയും പോലും പറയും, അത്രയും ഒരു റിയാക്ഷൻ ഉണ്ടാവുമെന്ന് ആരും വിചാരിച്ചില്ല. അതിനകത്ത് സജിന പറഞ്ഞൊരു വാക്കുണ്ട്, സജിന പറയുന്നുണ്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പല തന്തയ്ക്ക് പറഞ്ഞ സ്വഭാവമാണല്ലോ എന്ന്. അത് ആ വീഡിയോ ഇറങ്ങുമ്പം ഇതിനകത്ത് കാണിച്ചേക്കുന്ന സീനുകളൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ ആ വാക്ക് പാലിച്ചിരിക്കണം. ആ ഒരു വീഡിയോ ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞ പോലെ എടുത്ത് ഈ റിയാക്ഷൻകാരൊക്കെ എടുത്ത് റിയാക്ട് ചെയ്ത വീഡിയോസൊന്നും അതിനകത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ എന്നതാ പറയുന്നതെന്ന് കേൾക്കണം. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ പ്രതികരിക്കാൻ പോകത്തില്ല, നിങ്ങൾ ഒഴിവായി പോകത്തേ ഉള്ളെന്ന്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നിച്ച് നമ്മൾ വിളിച്ച് പോകുമ്പോൾ ഒന്ന് ചിന്തിക്കണം. നമ്മൾ കൂട്ടുകാരിയുടെ കൂടെ നടന്ന് സജിനയ്ക്ക് അങ്ങനെയൊക്കെ ഇതായും തോന്നും, വിളിച്ച് പറയുന്ന എന്നാന്നൊരു ബോധം ഇല്ലാതായിട്ടുണ്ടെന്ന് തോന്നും. നമ്മൾ പറയുന്ന ഓരോ വാക്കും ശരിക്കും ആലോചിച്ച് തന്നെ പറയണം, ഇല്ലെങ്കിൽ അത് നമുക്ക് നേരെ തന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ആ പെണ്ണുമ്പിളക്കിട്ട് അതാണ് കെട്ടിക്കൊണ്ടിരിക്കുന്നത് മൊത്തം. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് തിരിച്ച് തന്നെ ചെന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയെ തീർന്നു കഴിഞ്ഞു കേട്ടോ ഇവരെ. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് അഹങ്കാരമാണ് ഇവർ കാണിക്കുന്നത്. അഹങ്കാരം ഭയങ്കരമായിട്ട് അഹങ്കരിച്ച് എന്നേക്കാൾ വലിയവരാരുമില്ല, ഞാനാണ് ഏറ്റവും വലുതെന്നുള്ളൊരു ഭാവമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. എന്നെയാണെങ്കിലും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക. ഇവരെ സപ്പോർട്ട് എന്നാണേലും എൻ്റെ കമൻറ്റ് വന്നിപ്പോൾ ആരും എന്നെ ചീത്ത പറയാൻ വരാറില്ല. രേണുവിന് സപ്പോർട്ട് പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വരുന്നവർ ചിന്തിക്കുക, നിങ്ങളോട് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാൻ വേണ്ടിയല്ല അവർ ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പിള്ളേരെ നോക്കി ഇരുന്നോളാനാണ് പറഞ്ഞേക്കുന്നത്. റിയാക്ഷൻ മീഡിയക്കാർ എത്രയും പറഞ്ഞിട്ടില്ലെന്ന് സജിന പറയുന്നുണ്ട്. അല്ലാതാണ് കമൻറ്റാണ് വന്നത്, കമൻറ്റ് ചെയ്തവരാണ് പറഞ്ഞേക്കുന്നത്. കമൻറ്റ് ചെയ്തവരാരാണ്? രേണുവിനെ സപ്പോർട്ട് ചെയ്ത് നിന്നവർ തന്നെയാണ്. അവർക്കിതൊക്കെ കണ്ടപ്പം അവർക്ക് വിഷമം വന്നപ്പോഴത്തേക്ക് അവരുടെ റിയാക്ഷൻ ആ കമൻറ്റിലൂടെ കാണിച്ചു. അതിന് കിട്ടിയ മറുപടിയാണ്. അല്ലെങ്കിൽ ഞാൻ ഇനി ഇങ്ങനെ ആവർത്തിക്കുകയില്ല. എൻ്റെ പ്രേക്ഷകർ എന്നിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഒരു തെറ്റ് പറ്റിപ്പോയി, എനിക്ക് അറിയാതെ പറ്റിയതാണ്. ഞാൻ ഇനി ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യത്തില്ല. എന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് കൂടിയാണ് ഞാൻ കയറി വന്നത് എന്നൊന്നും അല്ല പറയുന്നത്. ഇതിപ്പം മാനത്തുനിന്ന് ഇപ്പം ആ ഇരിക്കുന്ന കോലത്തിൽ പൊട്ടി വീണു. നിങ്ങൾ വേണേ എന്നെ സഹിച്ചാൽ മതി, നിങ്ങളൊന്നും ഇല്ലേലും എനിക്ക് അറിയാം മുന്നോട്ട് പോകാൻ. നീ ഒന്നും എൻ്റെ കാര്യം നോക്കണ്ട, നീയൊക്കെ വീട്ടിൽ മര്യാദയ്ക്ക് ഇരുന്നാൽ മതി എന്നുള്ള മൈൻഡാണ് ഇപ്പോൾ കാണിച്ചേക്കുന്നത്. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാകും. ഇവരൊരിക്കലും ശരിയാകാൻ പോകുന്നില്ല. ഇവരിതിനേക്കാൾ മോശം അവസ്ഥയിലേക്ക് പോകത്തേ ഉള്ളൂ.
അതെന്നാണെന്നറിയാവോ? അഹങ്കാരമാണ് ഇവർക്ക്. ഇവരുടെ അഹങ്കാരം കൊണ്ട് ഇവർ ഇനിയും മോശം അവസ്ഥയിലേക്ക് പോകും. പിന്നെ എന്നെ തോന്നിവാസം വേണേൽ ഇവർക്ക് കാണിക്കാം, എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ല എന്നൊരിതാണ്. എന്ത് തോന്നിവാസം വേണേലും എനിക്ക് കാണിക്കാം, ഞാൻ എന്നാ വേണേലും ചെയ്യും, എന്നെ നിയന്ത്രിക്കാൻ ആരും വരണ്ട, എൻ്റെ ഇഷ്ടമാണ് എന്നത് കാണിക്കണമെന്നുള്ളതെന്ന്. പക്ഷെ അത് കാണിച്ചോ, വീടിനകത്ത് കാണിക്കാം, പക്ഷേ ഈ പബ്ലിക്കിലേക്ക് വന്ന് കാണിച്ചാൽ പൊതുജനം പ്രതികരിക്കും. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.